പ്രിയമുള്ള സുഹൃത്തുക്കളെ, വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ആലപിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നല്ലോ. അതിപ്പോൾ നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി അത് വീണ്ടും ഒരു സർക്കുലറായിട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ വലിയ വിവാദമായത്. എന്താണ് ഇത് വിവാദമാവാൻ കാരണമെന്ന് അറിയാത്തവർ ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് വന്ദേ മാതരം പൂർണ്ണമായും, അതായത് 6 സ്റ്റാൻസകൾ, ചരണങ്ങൾ പാടേണ്ടതില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളായിട്ടുള്ള അംബേദ്കറും നെഹ്റുവും പട്ടേലും ഗാന്ധിജിയും കോൺഗ്രസ് നേതാക്കളും സ്വാതന്ത്ര്യ സമര ദേശീയ നേതാക്കളും ഒക്കെ തന്നെ അവരായിരുന്നല്ലോ ഭരണത്തിലുണ്ടായിരുന്നു. അംഗീകരിക്കാത്തതാണിത്. അത് അംഗീകരിക്കാതിരിക്കാൻ വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മതേതരത്വത്തിന് നിരക്കുന്നതല്ല അത്. കാരണം മതപരമായ പ്രാർത്ഥനയാണ് അതിലുള്ളത്, ഇത് മുഴുവൻ രൂപത്തിലുള്ളത്. അതുകൊണ്ട് അത് ആ പ്രാർത്ഥന, ഒരു മതത്തിൻ്റെ പ്രാർത്ഥന ഒരു പൊതുവേദിയിൽ ഒരു രാജ്യത്തിൻ്റെ ഗീതമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണത് പാടില്ല എന്ന് പറയാൻ കാരണം. ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ വരികൾ എന്തായിരുന്നു? നമ്മൾ പലപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. അത് നമ്മൾ 2 സ്റ്റാൻസകൾ എന്ന് പറഞ്ഞാൽ 2 ചരണങ്ങൾ പാടിയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം, ഒന്നാമത്തത്. രണ്ടാമത്തത് ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനിയും ഭുല്ല കുസുമിത ദ്രുമദള ശോഭനിയും സുഹാസിനിയും സുമധുരഭാഷിണിയും സുഗതാം വരദാം മാതരം വന്ദേ മാതരം. ഇത്രയും പാടേണ്ടേ. ഇതാണ് ദേശീയ ഗീതം. ദേശീയ ഗാനം എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള ജനഗണമന. ബാക്കി വരുന്ന 4 സ്റ്റാൻസകൾ എന്ന് പറയുന്നത് മതപരമാണ്, ഭക്തി സാന്ദ്രമാണത്. അതുകൊണ്ടാണ് അത് എതിർക്കാൻ കാരണം. എന്താണ് അതിൽ പറയുന്നത്? അത് ബംഗാളി ഭാഷയും സംസ്കൃതവും കൂടിക്കലർന്ന ഒരു രചനയാണ്. നിങ്ങൾക്കറിയാം, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്ന ബംഗാളി സാഹിത്യകാരൻ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആനന്ദപഠം എന്ന നോവലിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കവിതയാണ്, അല്ലെങ്കിൽ പദ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ആ 4ാമത്തെ വരികളിൽ എന്താണ് പറയുന്നത്? 4ാമത്തെ സ്റ്റാൻസ, 4ാമത്തെ ചരണം, അതാണ് വിവാദമായിട്ടുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൽ പറയുന്നത് ത്വം ഹി ദുർഗ ദശപ്രഹരണധാരിണീം കമലദള വിഹാരിണീം വാണി വിദ്യാദായിണീം നമാമി ത്വം നമാമി കമലം അമലം അതുലം സുജലം സുഫലം മാതരം വന്ദേ മാതരം. ഇത് ആണ് യഥാർത്ഥത്തിൽ ഈ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചരണമാണ്. അതായത് ദുർഗാദേവി, കാളീദേവി, ബംഗാളിൽ പ്രധാനമാണല്ലോ കാളി അല്ലെങ്കിൽ ദുർഗാദേവിയെ, അതുപോലെ ലക്ഷ്മി ദേവിയെ, കമലത്തിൽ ആസനസ്ഥയായവളാണല്ലോ. അതുപോലെ സരസ്വതി, ഈ 3 ദേവതകളെയും ആയിട്ട് ഉപമിക്കുകയാണ് ഭാരതത്തെ. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് വരുന്ന വരികളിലും, അതിന് മുമ്പുള്ള വരികളും, അവിടുന്ന് വരുന്ന വരികളും, അതിന് മുമ്പുള്ളതല്ല, 3ാമത്തെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ ഒക്കെ വരികൾ ഈ ഭക്തി സാന്ദ്രമായിട്ടുള്ള, ഭക്തി പ്രധാനമായിട്ടുള്ള വരികളാണ്. അതുകൊണ്ട് അത് ഹിന്ദുമതത്തിൻ്റെ, അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അതുപോലെ ആദ്യത്തെ വരികൾ എന്ന് പറയുമ്പോൾ നമ്മളെ സസ്യശ്യാമള കോമളം ആയിട്ടുള്ള ഭാരതത്തിൻ്റെ ആണ് അതിൽ പ്രകീർത്തിക്കുന്നത്. അത് മതേതരമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത് വളരെ വ്യക്തമാണല്ലോ. കാരണം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതാണ്, നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും. അപ്പോൾ ഹിന്ദുമതത്തിൽ മാത്രമല്ല, ക്രിസ്ത്യൻ മതം, ക്രിസ്തുമതം, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം. അങ്ങനെ ഇരിക്കെ ഈ ദൈവസങ്കല്പങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിരിക്കും.
ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ വിഗ്രഹാരാധനയെ നിരാകരിക്കുന്നവരാണ്. ഈ പ്രാർത്ഥനയിൽ പറയുന്നത്, ഈ ഗീതത്തിൽ പറയുന്നത് പിന്നെ വിഗ്രഹാരാധന ആണല്ലോ. ഇപ്പോൾ സരസ്വതി ആവട്ടെ, പിന്നെ ലക്ഷ്മി ആവട്ടെ, അല്ലെങ്കിൽ ദുർഗയാവട്ടെ, ഇതൊക്കെ ദൈവങ്ങളാണ്, വിഗ്രഹ രൂപത്തിലുള്ള ദൈവങ്ങളാണ്. അവരെയാണ് ഇവർ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിക്കുന്നത്. അതൊരു മുസ്ലിം ചെല്ലില്ല. കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിന് നിരക്കുന്നതല്ല അത് അവരുടെ മനസ്സാക്ഷിയും അവരുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്താൽ നിരാകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവരോട് നിങ്ങൾ ചെല്ലണം എന്ന് നിർബന്ധിക്കുമ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഭരണഘടനാ വിരുദ്ധമാണത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ വിശ്വസിക്കുന്നത് യേശുവിൽ, കന്യാമറിയം, അങ്ങനെ യഹോവ, ഇങ്ങനെയുള്ള ദൈവങ്ങളിലാണ്. ഈ പറയുന്ന സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും ഒന്നും അവരുടെ ദൈവങ്ങളല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല കോടിക്കണക്കിന് നിരീശ്വരവാദികളൊക്കെ ഉണ്ട്, സ്വതന്ത്രചിന്തകർ, യുക്തിവാദികളൊക്കെ ഉണ്ട്. അവർ മതരഹിതരാണ്, മതത്തിൽ യാതൊരു വിശ്വാസത്തിലും മതത്തെ വിമർശിക്കുന്ന ആളുകളാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ദുർഗാദേവിയുടെ കീർത്തനം ചെല്ലണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ 3 കൊല്ലം ജയിലിലിടും എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി? നമ്മുടെ ഭരണഘടന എന്തിനാ പിന്നെ ഇവിടെ? നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്, നമ്മുടെ ഹിന്ദു രാജ്യമല്ല. പക്ഷേ ഇവരുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് പറയുക, BJPയുടെ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കണം, അതാണ് ഹിന്ദുത്വം. നമ്മുടെ ഭൂരിപക്ഷം 80% ഹിന്ദുക്കളാണ്, അവരുടെ രാജ്യമാണ് ഹിന്ദു, ഇവിടുത്തെ അവരുടെ മതവും സംസ്കാരവുമാണ് ഇവിടെ വേണ്ടത് എന്ന സവർക്കറിയൻ ആശയമുണ്ടല്ലോ, അത് നടപ്പാക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം. അതിങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് കൊണ്ടുവന്ന് നോക്കുകയാണ്. എന്നിട്ട് രാജ്യസ്നേഹവും രാജ്യദ്രോഹവും പറയും. അതായത് ഇത് ചെല്ലാത്ത ആളുകളൊക്കെ രാജ്യദ്രോഹികളാണ്, രാജ്യസ്നേഹം ഇല്ല അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തുക. അങ്ങനെയാണ് 3 വർഷം ജയിലിലൊക്കെ ഇടുക എന്നറിയുന്നത്, ഒരു പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പ്രാർത്ഥന ചെല്ലാൻ താല്പര്യമില്ലാത്ത ആളുകളെ പ്രാർത്ഥന ചെല്ലിപ്പിക്കുക. ഇതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കാൻ പാടുള്ള കാര്യമാണോ? ഇതൊക്കെ ഏത് കുട്ടിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഒരു വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ വിശ്വാസം അടിച്ചേൽപ്പിക്കുക, അതിനാണ് എതിർക്കുന്നത്. അതുകൊണ്ടാണ് വന്ദേ മാതരം എതിർക്കുന്നത്. ഇതിനെ ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട്, സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ. ഇവരെന്താണ് ന്യായീകരിക്കുന്നത് മനസ്സിലാവുന്നില്ല എനിക്ക്. ഇതിലെങ്ങനെ ന്യായീകരിക്കും? വളരെ വ്യക്തമായിട്ട് ഉള്ള കാര്യമാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ പൊതു ഇടങ്ങളിൽ മതമില്ല, സർക്കാരിന് മതമില്ല, ഗവൺമെൻറ്റിന് മതമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആജ്ഞാപിക്കാൻ എന്ത് അധികാരമാണുള്ളവർ ഇവർക്കുള്ളത്? ഭരണഘടനയെ നഗ്നമായ ലംഘനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് എതിർക്കുന്നത്. അത് കോൺഗ്രസ്സുകാരന് യഥാർത്ഥത്തിൽ എതിരാണ്. കാരണം AICCയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ, ഇപ്പോഴുള്ള നേതാക്കന്മാർ തന്നെ അതിനെ എതിർക്കുന്നവരാണ്. ഒരു പാർലമെൻറ്റിൽ അവർ എതിർത്തിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിലെ VD സതീശൻ ഗവൺമെൻറ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണോ എന്നാണ് എനിക്ക് സംശയം. പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോകും. കാരണം ഈ BJPൻ്റെ നയങ്ങൾ കീഴടക്കുക, RSSൻ്റെ അജണ്ട നടപ്പാക്കുക, ഇതിനൊക്കെയാണ് ഇവർ ഇരിക്കുന്നതെന്നാണ്. ഓരോരോ സംഭവങ്ങളുണ്ട്. ഞാൻ പല വീഡിയോസും അതിൽ കണ്ടിട്ടുണ്ട്, ഇവർ കീഴടങ്ങുന്നതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികളായ നമ്മൾ തീർച്ചയായിട്ടും ഒരു നിലപാടെടുക്കണം. ഈ വന്ദേമാതരം പൂർണ്ണമായ അർത്ഥത്തിൽ ചൊല്ലുന്നതിനെ, ആലപിക്കുന്നതിന് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.